الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة الأحباء أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا وقد خلقكم أطوارا ألم تر كيف خلق الله 7 سماوات طباقا وجعل القمر فيهن نورا وجعل الشمس سراجا والله أنبتكم من الأرض نباتا ثم يعيدكم فيها ويخرجكم إخراجا والله جعل لكم الأرض بساطا لتسلكوا منها سبلا فجاجا صدق الله العظيم. ബഹുമാനരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആദം നബിക്ക് ശേഷം ഏതാണ്ട് 1000 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നൂഹ് നബി ഭൂമിയിൽ പ്രബോധനത്തിനെത്തുന്നത്. ഈ ഒരു സഹസ്രാബ്ദത്തിനിടയിൽ മനുഷ്യജീവിതത്തിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആദം നബിയുടെ ആദ്യകാലങ്ങളിൽ തൗഹീദിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് പഠിപ്പിക്കപ്പെട്ട കർമ്മശാസ്ത്രത്തിൽ ഊന്നിയാണ് ആദം ഭാര്യയും സന്താനങ്ങളൊക്കെ ജീവിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മക്കൾ പ്രായമായപ്പോഴാണ് ചില പ്രത്യേക കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസവും ദൈവാധികാരവും ഒക്കെ ഉണ്ടായത്. ആദമിൻ്റെ മകൻ ഷീസ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹവും ആദമിൻ്റെ കാലശേഷം പ്രവാചകനായി ആയിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതിനുശേഷം പിന്നെ പ്രവാചകനായി വരുന്നത് അഖ്നാസ് എന്ന് പറയുന്ന 7ാം തലമുറയിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഈ സുദീർഘമായ കാലഘട്ടത്തിൽ അവർ തൗഹീദിൻ്റെ ധാർമ്മികമായ ഒരു ചുറ്റുപാടിൽ തന്നെയാണ് ജീവിച്ചത് എന്നാണ് ചരിത്ര പാഠങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം ഏതാണ്ട് 10ാം തലമുറയിൽപ്പെട്ട ആളാണ് നൂഹ് നബി. നൂഹ് നബിയുടെ പിതാവ് ലാമിക്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മനുഷ്യന്മാർ ധിക്കാരികളാവുകയും വിഗ്രഹാരാധന പോലെയുള്ള സംഗതികൾ നടത്തുകയും
അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചു കൊടുത്ത ധാർമ്മിക സദാചാര മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തു. ഈ ജനതയെ തൗഹീദിൻ്റെ മാർഗത്തിലേക്ക്, ശാന്തമായ ഇസ്ലാമിക ജീവിതത്തിലേക്ക് വിളിക്കാനാണ് നൂഹ് നബി അലൈഹിസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത്. അദ്ദേഹം നബിയാണ്, അതോടൊപ്പം തന്നെ ഭൂമിയിലെ ആദ്യത്തെ റസൂലുമാണ്, സന്ദേശവാഹകൻ. ആദ്യ നബിക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക്, ആദ്യ നബിക്കും പിന്നുണ്ടായിരുന്ന ആളുകൾക്കുമൊക്കെ അടിസ്ഥാനപരമായി തൗഹീദിൻ്റെ കുറേ നിർദ്ദേശങ്ങളും ധാർമ്മിക സദാചാര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചില കർമ്മശാസ്ത്ര നിർദ്ദേശങ്ങൾ മാത്രമേ നൽകിയിരുന്നുള്ളൂ, സന്ദേശം നൽകിയിരുന്നില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ആദ്യമായി ദൈവിക സന്ദേശം വഹിച്ചത് നൂഹ് അലൈഹിസ്സലാമാണ് എന്ന് ഹദീസുകളിൽ നിന്നും ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ പ്രവാചകൻ വരുന്ന സന്ദർഭത്തിലുള്ള വളരെ മോശമായ സാമൂഹിക സാഹചര്യത്തെക്കുറിച്ച് ചരിത്രത്തിൽ ഒരുപാടുണ്ട്. മഹാ അക്രമികൾ, തോന്നിയാസികൾ, ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത നിലയിൽ ജീവിതം നയിച്ച ആളുകൾ, ഇവരെ ദീനിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി നൂഹ് നബി അലൈഹിസ്സലാമ പ്രയോഗിച്ച ചില സംഗതികൾ, തന്ത്രങ്ങളും അതുപോലെ തന്നെ പദങ്ങളും പ്രസ്താവനകളും ഒക്കെ ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അറിവിലേക്കായി എടുത്തു പറയുന്നുണ്ട്. അതിൽപ്പെട്ട സൂറത്ത് നൂഹിലെ ചില ആയത്തുകളാണ് ആദ്യം നിങ്ങളെ കേൾപ്പിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഈ വിഷയത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. ഫഖുൽ തസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിലേക്ക് പാപമോചനം തേടുക. അതായത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ തോന്യാസം ജീവിക്കുന്ന ഒരു രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് പാപമാണ് എന്നും ആ പാപം പൊറുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഖേദിച്ചു മടങ്ങണമെന്നും തൗബ ചെയ്യണമെന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അവൻ വളരെയധികം പൊറുക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് ആ തൗബയുടെ റിസൾട്ട്, മനുഷ്യൻ പാപരഹിതമായി ജീവിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടായാൽ അതിൻ്റെ അനന്തരഫലം എന്താവും എന്ന് അദ്ദേഹം വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ. നിങ്ങൾക്ക് സമൃദ്ധിയായി, അതായത് ആകാശത്തെ നിങ്ങൾക്ക് മഴയായി സമൃദ്ധമായി നിങ്ങളുടെ മുകളിൽ വർഷിപ്പിച്ചു തരുന്ന, ആകാശത്ത് നിന്ന് സമൃദ്ധമായി മഴ നൽകുന്നു. യംദിദിക്കും ബിഅംവാലിൻ വബനീന. നിങ്ങൾക്ക് സന്താനങ്ങളും അതുപോലെ പണവും വർദ്ധിപ്പിച്ചു തരും. വയജഅൽ ലക്കും ജന്നാത്തും വയജഅൽ ലക്കും അൻഹാറ. നിങ്ങൾക്ക് തോപ്പുകൾ ഉണ്ടാക്കിത്തരും, അരുവികൾ ഉണ്ടാക്കിത്തരും. പ്രത്യക്ഷത്തിൽ വലിയ ആഴത്തിലുള്ള സംഗതികൾ നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും വളരെ ഗഹനമാണ് ഈ സംഗതി. അതായത് ഭൂമിയിലെ മനുഷ്യ ജീവിതവും എല്ലാ ജീവിതങ്ങളും, ജീവനുള്ള എല്ലാത്തിൻ്റെയും ജീവിത വളർച്ച വെള്ളവുമായി ബന്ധിപ്പിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത്. 400-ലധികം സ്ഥലത്തിൽ ഖുർആനിൽ മഴയെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചുമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മഴയ്ക്ക് പകരം നമ്മൾ ആകാശത്ത് മുകളിൽ കയറുന്ന വെള്ളം എടുത്തൊഴിച്ചാൽ ഒരിക്കലും മഴ ആവില്ല എന്നതാണ്. മേഘങ്ങളിലൂടെ പെയ്തിറങ്ങുന്ന മഴയ്ക്ക് ഒരുപാട് പ്രത്യേകമായ സവിശേഷതകളുണ്ട്. നമ്മൾ വിമാനത്തിൽ വെള്ളം കൊണ്ടുപോയിട്ട് ഇങ്ങനെ തളിച്ചാലോ അല്ലെങ്കിൽ കൃത്രിമ മഴ പെയ്ച്ചാൽ, മേഘങ്ങളെ കൊട്ടിപ്പിടി കൃത്രിമ മഴ പെയ്ച്ചാലോ ഒറിജിനലായി ഉണ്ടാകുന്ന മഴയുടെ പ്രയോജനം ലഭിക്കുകയില്ല. ആ മഴയുടെ പ്രത്യേകമായ ഒരുപാട് സംഗതികളുണ്ട്. മഴയോടനുബന്ധിച്ച് വരുന്ന ഒരുപാട് ഇലക്ട്രിക് ചാർജുകൾ, അതുപോലെ തന്നെ ഒരുപാട് സംഗതികളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല, സയൻസ് അറിയുന്ന ആളുകൾക്ക് അറിയാം. ആ മഴവെള്ളം ഭൂമിയിൽ വീഴുന്നു കഴിഞ്ഞാൽ ഈ ഭൂമി സസ്യലതാദികളോട് വളരെ താഴ്ച വളരുന്നു. അതിൽ നിന്ന് ഭക്ഷിക്കുന്ന മനുഷ്യൻ്റെ രക്തം വളരെ നല്ല പുഷ്ടിയുള്ള രക്തം ഉണ്ടാവും. ഈ പുഷ്ടിയുള്ള രക്തത്തിൽ നിന്നാണ് നല്ല പുഷ്ടിയുള്ള സെമ്മണുണ്ടാകുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന സന്താനങ്ങൾ സ്വാഭാവികമായും നല്ല ആരോഗ്യ ദൃഢഗാത്രരായ സന്താനങ്ങളായിരിക്കും. ഈ മഴ ഉണ്ടാക്കി കൊടുക്കുന്ന ഫലങ്ങൾ കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തും, അത് വ്യാവസായിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തും. മനുഷ്യൻ്റെ ജീവസന്ധാരണത്തിനും കൃഷിക്കും വ്യവസായത്തിനുമൊക്കെ നാട്ടിൽ ഒരുപാട് ചാൻസ് ഉണ്ടാകും. ഒരു നിസ്സാരമായ ഒരു സംഗതിയല്ല മഴ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു അനുഗ്രഹമാണ് എന്ന് പ്രത്യേകം ഖുർആനിൽ പല സന്ദർഭങ്ങളിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതവും അവരുടെ ധാർമ്മിക സദാചാര മൂല്യബോധവും പ്രവർത്തനങ്ങളും ഈ പ്രകൃതിയുമായി കൂട്ടിയിണക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത്.
അപ്പോൾ മഴ വേണം എന്ന് പറഞ്ഞ് അല്ലമുറയിട്ടത് കൊണ്ട് മാത്രം മഴ കിട്ടിക്കൊള്ളണമെന്നില്ല എന്നുള്ളൊരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് വിരുദ്ധമായി ധിക്കാരപരമായി ജീവിക്കുമ്പോൾ പലപ്പോഴും അള്ളാഹു തആല മഴ പിൻവലിച്ചു കളയുന്നത് ചരിത്രത്തിലുടനീളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഈ നാട്ടിലെ മാത്രമല്ല പല നാടുകളിലും ഈ അടുത്ത കാലത്തായി ഭയങ്കരമായ ഉഷ്ണം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്ന് തട്ടിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം മഴ ലഭിക്കുകയോ മനുഷ്യന് ശാന്തി ഉണ്ടാവുകയോ ചെയ്യുകയില്ല എന്നുള്ളതാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നത് നൂഹ് നബിയുടെ ജനതയോട് നൂഹ് നിർദ്ദേശിച്ച അതേ സംഗതിയാണ്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ പാപമോചനം നേടുക. മനുഷ്യൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ ഭൂമിയിൽ അഹന്തയുടെയും അഹങ്കാരത്തിൻ്റെയും ഉത്തുംഗതയിൽ നിൽക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്. നമ്മൾ ഈ പള്ളിയിൽ വരുന്ന കുറേ മനുഷ്യന്മാർ മാത്രമല്ലല്ലോ ഈ നാട്ടിൽ ജീവിക്കുന്നത്. ഒരുപാട് ആളുകൾ ആഗോളാടിസ്ഥാനത്തിൽ ജീവിക്കുന്നുണ്ട്. എന്തും ചെയ്യാൻ മടിയില്ലാത്ത, ഏത് തരത്തിലും പണമുണ്ടാക്കാനും എന്ത് ധാർമ്മികതയും പ്രവർത്തിക്കാനും യാതൊരു മടിയില്ലാത്ത ഒരുപാട് ആളുകൾ ലോകത്തുണ്ട് എന്നുള്ള എല്ലാ ധർമ്മനീതികളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് കൈക്കൂലിയും അക്രമവും അഴിമതിയും തോന്യാസവും വ്യഭിചാരവും കൊള്ളയും കൊലയുമൊക്കെ പണ്ടത്തെ ആ ജാഹിലിയ കാലഘട്ടത്തിൽ നടന്നതുപോലെ ഈ ആധുനിക കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സത്യവിശ്വാസികൾ വളരെ ഗൗരവപൂർവ്വം പേടിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യരുടെ ഇതപര്യന്തമുള്ള ഇത്തരം പ്രവർത്തനത്തിൻ്റെ അനന്തരഫലമാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ കഠിനമായ ചൂടിൽ നമ്മളെ പരീക്ഷിക്കുന്നത് എന്ന് ഓരോ സത്യവിശ്വാസിയും അന്ന് തികഞ്ഞന്വേഷിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ യംദിദുകും ബിഅംവാലിൻ വബനീന, ഈ മഴയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് സന്താനവർദ്ധനവാണ്. സന്താനവർദ്ധനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആളുകൾക്ക് വരും സന്താനം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ആൾക്ക് യാതൊരു താല്പര്യമില്ല എന്നുള്ളത്. സന്താനവർദ്ധനം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഒരുപാട് കൂട്ടിക്കൊടുക്കണമെന്ന് മാത്രമല്ല, നാട്ടിൽ സന്താനങ്ങൾ നല്ല ആരോഗ്യ ദൃഢഗാത്രരായ സന്താനങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പണം, ഒരുപാട് സർപ്ലസ് മണി ഉണ്ടാകുമെന്നുള്ള അല്ല പറഞ്ഞത്. നിങ്ങൾക്ക് ആവശ്യത്തിന് ക്രയവിക്രയം ചെയ്യാനുള്ള പണവും സംവിധാനങ്ങളും അതുവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. നിങ്ങൾക്ക് നല്ല കുളിർമയോടെ ഇവിടെ ഭൂമിയിൽ നല്ല കാലാവസ്ഥ ഉണ്ടാവാൻ, അതായത് തോപ്പുകളും അതുപോലെ അരിവുകളുമൊക്കെ നാം ഉണ്ടാക്കി തരുമെന്ന്. മലകും ലാ തർജൂന ലില്ലാഹി വഖാറ, എന്താണ് അള്ളാഹുവിനെ നിങ്ങൾ ഗൗരവത്തിലെടുക്കാത്തത്? നൂഹ് നബി ചോദിച്ചാൽ ഇത്രയൊക്കെ പറഞ്ഞു തന്നിട്ടും ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് നിങ്ങൾ ഗൗരവത്തിലെടുക്കാത്തത്? വഖദ് ഖലഖകും അത്വാറ, അവനല്ലേ നിങ്ങളെ ഘട്ടം ഘട്ടമായി സൃഷ്ടിച്ചുണ്ടാക്കിയത്? അലം തറ കൈഫ ഖലഖല്ലാഹു സബഅ സമാവാതിൻ ദിബാഖ, നിങ്ങളൊന്ന് നോക്കുക, നിങ്ങളുടെ ചുറ്റുപാടിലുള്ള ഈ ആകാശവും ഭൂമിയും അടുക്കടുക്കുകളായി ഇതിനെ സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്നു. ഇന്ന് പുതിയൊരു ഗാലക്സിയെ കണ്ടുപിടിച്ചിരിക്കുന്നു. ഒരുപാട് സൂര്യനിൽ നിന്ന് ഒരുപാട് അകലെയുള്ള ഒരു ഗാലക്സി കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതുവരെ കാണാത്ത ഒരു പുതിയ ഗാലക്സിയാണ്. സൗരയൂഥത്തിലെ മിൽക്കി വേയേക്കാൾ എത്രയോ വലിയ ഇരട്ടിയുള്ള ഒരു ഗാലക്സി കണ്ടുപിടിച്ചിരിക്കുന്നു. ഇന്നലെ കണ്ടുപിടിച്ചായിട്ട് ഇന്ന് 10 നാളിലാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സംവിധാനം യഥാർത്ഥത്തിൽ ഇന്നുവരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. തട്ടുകളായി അത് ഒരു പ്രത്യേകമായ പ്രപ്പോർഷനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടായാൽ ഭൂമിയിലെ മനുഷ്യൻ്റെ ജീവിതം താറുമാറായി ഇപ്പോൾ അങ്ങനെ ഉണ്ടാവാതെ വളരെ സസൂക്ഷ്മം യുക്തിബോധത്തോടുകൂടി ഇത് സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅല ശംസ സിറാജ, അത് അതിൽ നിങ്ങൾക്ക് ചന്ദ്രനെ വെളിച്ചമായും സൂര്യനെ ഒരു വിളക്കായും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നു, അത് സംവിധാനിച്ചിരിക്കുന്നു. വല്ലാഹു അംബതകും മിനൽ അർളി നബാത, ഭൂമിയിൽ നിന്ന് നിങ്ങളൊരു മുളപ്പിക്കലാണ് അല്ലാഹു തആല മുളപ്പിച്ചത്. എന്ന് വെച്ചാൽ ഭൂമിയിൽ മറ്റാർക്കുമില്ലാത്ത തരത്തിലുള്ള ഔന്നത്യവും സവിശേഷതകളും ബുദ്ധിയും ശക്തിയും കഴിവുമൊക്കെ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ, മനുഷ്യരായ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ട് ഇവിടെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നു. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ നിർദ്ദേശങ്ങൾക്കൊത്ത് നന്ദിയോടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തരുന്നതാണ്, നിങ്ങൾക്ക് ശക്തി കൂട്ടിത്തരുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇത് നൂഹ് നബിയുടെ കാര്യത്തിൽ മാത്രമല്ല, തെക്കൻ അറേബ്യയിലുണ്ടായിരുന്ന അഹ്ഖാഫിൽ താമസിച്ചിരുന്ന ഒരു വമ്പൻ ജനതയായിരുന്നു ഹൂദ് നബിയുടെ ജനത. ഇറം ഗോത്രം, ആദ്യ എന്നൊക്കെ പറയും. ഇറം ആദ് എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്നു. അവരോട് ഹൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു ഇതേ സംഗതി തന്നെയാണ് ഹൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. നൂഹ് നബിക്ക് ശേഷം ആ ജനതയെ നശിപ്പിച്ച കഥയൊക്കെ പലപ്പോഴും വിശദീകരിച്ചതാണ്.
വീണ്ടും പുതിയ സാഹചര്യത്തിൽ ആളുകൾ അനാവശ്യം കാണിക്കുകയും അക്രമാണിക്കുകയും ധൂർത്തും ആഡംബരതയും ഒക്കെ കാണിക്കുകയും ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കഠിനമായി പലതരത്തിൽ പരീക്ഷിക്കാൻ തുടങ്ങി. അതിൽ കൃഷിനാശവും വരൾച്ചയും അതുപോലെ ജലക്ഷാമവും ഒക്കെ അനുഭവപ്പെട്ടതായി ചരിത്രത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. ഹൂദ് നബി പറഞ്ഞതാണ്, എൻ്റെ ജനതേ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിലേക്ക് പാപമോചനം തേടുക, അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യാം. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് സമർത്ഥമായി മഴ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതികും വലാ തതവല്ലൂ മുജ്രിമീൻ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ശക്തിയുടെ കൂടെ നാം ശക്തി വർദ്ധിപ്പിച്ചു തരുന്നതാണ്. ഇതൊക്കെ കേട്ടിട്ട് അക്രമികളായ കുറ്റവാളികളായി നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത് എന്ന് ഹൂദ് നബി ആ ജനതയോട് ഉപദേശിച്ച സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എടുത്തു പറയുന്നു. നൂഹ് നബിയുടെ ജനതയും അവരുടെ സാഹചര്യവും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അദ്ദേഹത്തിന്റെ ഉപദേശം പറഞ്ഞ അതേപോലെ തന്നെ ഹൂദ് നബിയുടെ നല്ല വലിയ ശക്തിമാന്മാരായ ആളുകൾ, എല്ലാ താഴ്വരകളും ആ താഴ്വരകളിലെ കുന്നിൻചെരുവുകളും മലമടക്കുകളുമൊക്കെ വെട്ടിച്ചെത്തി വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി ആഡംബരതയുടെ ഉന്നതങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു. എല്ലാത്തരം ധിക്കാരങ്ങളും അഹങ്കാരവും പിടിച്ചുപറിയും തോന്നിയാസവും ഒക്കെയാണ് അവരുടെ കൈവശം ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ പിടിച്ചുപറിയുണ്ട്, പക്ഷേ പണ്ടത്തെ പോലെ വഴിയിൽ നിന്ന് കൊള്ളയടിക്കുന്ന പിടിച്ചുപറിയല്ല. നിയമപരമായി അല്ലെങ്കിൽ നിയമത്തെ പറ്റിച്ചുകൊണ്ടുള്ള പിടിച്ചുപറിയും കൊള്ളയടിയും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. സാധാരണക്കാരായ മനുഷ്യനെ എങ്ങനെ വഞ്ചിക്കാം, എങ്ങനെ ചൂഷണം ചെയ്യാം എന്നതാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും പിടിച്ചുപറിയും കൊള്ളയും കൊള്ളിവെപ്പും ഒക്കെ പണ്ടത്തത് പുതിയ കോലത്തിൽ പുതിയ രൂപത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നു എന്നറിയാം. പണ്ടവര് വലിയ മലകളാണ് ചെത്തിമിനുക്കി കെട്ടിടങ്ങളാക്കി അല്ലെങ്കിൽ കൊട്ടാരങ്ങളാക്കി അതിൽ സുഖലോലുവന്മാരായി താമസിക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആ കല്ലകൾ ഇടിച്ച് പൊടിച്ച് എംസാൻഡും സിമൻറ്റും ഒക്കെ ആക്കിയിട്ട് വലിയ സിമൻറ്റ് കൊട്ടാരങ്ങൾ ഇങ്ങനെ കെട്ടിയിട്ട് അത് വെച്ചുകൊണ്ടാണ് നമ്മൾ സുഖിക്കുന്നതെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഈ മെറ്റീരിയലിലും അതുപോലെ തന്നെ ടെക്നോളജിയിലും സ്റ്റൈലിലുമുള്ള വ്യത്യാസമേ ഉള്ളൂ. സംഗതി ഒന്ന് തന്നെയാണ്. പണ്ട് അവർ ചെയ്തിരുന്ന അതേ സംഗതികൾ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് പുതിയ മെറ്റീരിയൽ ഉപയോഗിച്ച് പുതിയ പ്രദേശത്ത് പുതിയ കാലഘട്ടത്തിൽ പുതിയ തൊഴിലാളികളെ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ധിക്കാരികളായി ജീവിച്ചിരുന്ന അത്തരം സമൂഹങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളം വിലങ്ങുകയും മഴ കൊടുക്കാതിരിക്കുകയും ഭൂമിയിൽ വരൾച്ച ബാധിപ്പിക്കുകയൊക്കെ ചെയ്തതായിട്ട് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിച്ചുകൊണ്ടിരിക്കണം. 40 ഡിഗ്രിയോളം ചൂട് ആയിട്ട് കേരളത്തിൽ ഈ ഈത്തപ്പഴം കായ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പത്രത്തിലുണ്ടായിരിക്കും. ഇവിടെ ഒട്ടപ്പറമ്പ് ഹോസ്പിറ്റലിൽ ഒരു ഈത്തപ്പഴം കായ് പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 40 ഡിഗ്രിക്ക് താഴെ ചൂടുള്ള ഒരു സ്ഥലത്തും സാധാരണ നിലയിൽ ഈത്തപ്പന കായ്ക്കാറില്ല എന്നുള്ളതാണ്. കേരളത്തിൽ ഒരു സ്ഥലത്തും ഈത്തപ്പന കായ്ക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാവില്ല. വല്ല രാജസ്ഥാനിലോ അതുപോലെയുള്ള മരുഭൂമികളിലോ ഒക്കെ ഉണ്ടാവുക. പക്ഷെ ഇവിടെ തന്നെ ഈത്തപ്പന കായ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ അന്തരീക്ഷത്തിന് തന്നെ ഭയങ്കരമായ മാറ്റം ഉണ്ടായിരിക്കുന്നു. ഇന്നത്തെ പത്രത്തിലുണ്ട് ഇവിടെ കേരളത്തിൽ ഈത്തപ്പന കായ്ച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അതിവിടെ നമ്മൾ അടുത്ത് കോഴിക്കോട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ അന്തരീക്ഷം മാറിയിരിക്കുന്നു. ഈ അന്തരീക്ഷം മാറാനാണ് ഭയങ്കരമായ ഡൗട്ട്. ഭൂമിയിലെ വെള്ളം താഴ്ന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾ കുടിവെള്ളത്തിന് വേണ്ടി കഠിനമായി അധ്വാനിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ വാവിട്ട് നിലവിളിക്കേണ്ടി വരുന്നു. റോഡുകളിൽ ഇപ്പൊ കുടിവെള്ളം, നല്ല ശുദ്ധമായ കുടിവെള്ളം വിതരണം ചെയ്യുന്നത് നല്ല ഒരു സാലിഹായ പ്രവർത്തനത്തിന്റെ ഭാഗമായി പല സംഘടനകളും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങിക്കൊള്ളൂ, ആകാശത്ത് നാം മഴ വർഷിപ്പിച്ചു തരാം. ഇതേ സംഗതി തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. വഇനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുമാത്തിഉകും മതഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മാ വയുതി കുല്ലദി ഫളിൻ ഫളിലഹു വഇൻ തതവല്ലൂ ഫഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ ഇലല്ലാഹി മർജിഉകും വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതായത് എൻ്റെ ജനതയെന്ന് മറ്റ് പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുക. അറിഞ്ഞും അറിയാതെയും ഒരുപാട് തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളിൽ ആമഗ്നരായി മനുഷ്യർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ
ഔദാര്യാനുഗ്രഹങ്ങളെ എടുത്ത് നിഷ്കരുണം മോശമായ രീതിയിൽ പ്രയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാരുണ്യവാനായ തമ്പുരാനാണെങ്കിലും ശിക്ഷ അവൻ വിധിച്ചിട്ടുള്ളത് കൊണ്ട് പലപ്പോഴും നമ്മളെ തിരുത്താൻ വേണ്ടി അവൻ ഇതുപോലെയുള്ള സംഗതികളിൽ ഏർപ്പെടുത്തും. നമുക്ക് ചൂട് കൊണ്ടിരിക്കാൻ വയ്യ, വീടുകളിൽ ഉറങ്ങാൻ നിവൃത്തിയില്ല. പവർ കട്ടിന് നമ്മൾ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിൽ വെള്ളമില്ല. നമ്മളെ ഇലക്ട്രിസിറ്റി വെള്ളവുമായി ബന്ധിപ്പിച്ചതാണ് കൂടുതൽ. നമുക്ക് വളരെയധികം മറ്റു ഉൽപ്പാദനങ്ങളൊന്നുമില്ല. കാറ്റിൽ നിന്നോ അതുപോലെ തന്നെ ഡീസലിൽ നിന്നോ അതുപോലെ അറ്റോമിക് പവറിൽ നിന്നോ ഒക്കെ ഉള്ളത് നമ്മുടെ നാട്ടിൽ കുറവാണ്. ജലവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി. നമുക്ക് ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ സാധാരണ ജീവിതം ദുസ്സഹമായി കൊണ്ടിരിക്കുന്നു. ഇലക്ട്രിസിറ്റി നമുക്ക് വേണമെങ്കിൽ നമുക്ക് വെള്ളം വേണം. നമ്മുടെ എല്ലാ ഡാമുകളിലും വെള്ളം ഇങ്ങനെ വറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ആളുകൾ ഈ വെള്ളം ഇല്ലാതെ വിഷമിക്കുമ്പോൾ ആകാശത്തുനിന്ന് മഴ വർഷിച്ചല്ലാതെ ഈ ഭൂമിയിൽ വെള്ളം ഉണ്ടാക്കാൻ നമുക്ക് യാതൊരു മാർഗവുമില്ല. ഇതാർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു തുള്ളി വെള്ളം പോയിട്ട് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാലുള്ള ഹൈഡ്രജന്റെ ഒരു ആറ്റം പോലും നമുക്ക് ഉണ്ടാക്കാൻ സാധ്യമല്ല. വിനയാന്യതനായി തമ്പുരാന്റെ പടിവാതിക്കൽ മുട്ടി ഖേദിച്ചു മടങ്ങി ചോദിച്ച് വാങ്ങുകയല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതും അതുതന്നെയാണ്. ഇവിടെ ഇസ്തിഗ്ഫാറിന്റെ പ്രാധാന്യം മനുഷ്യൻ അറിഞ്ഞും അറിയാതെയും അവൻ്റെ പ്രവർത്തനങ്ങളിൽ, വികാരങ്ങളിൽ, വിചാരങ്ങളിൽ, ചിന്തകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾക്ക് എതിരായ പ്രവർത്തനങ്ങളും ചിന്താഗതികളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ദിനം ഒരുപാട് പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറ്, എൻ്റെ മനസ്സിനെയും, ഞാനൊരു മനുഷ്യനാണ്, എൻ്റെ മനസ്സിനെയും ചിലപ്പോൾ അശ്രദ്ധ ബാധിക്കാറുണ്ട്. 70 മുതൽ 100 പ്രാവശ്യം വരെ ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ വെച്ച് 70-100 പ്രാവശ്യം പറഞ്ഞതായി സഹിയായ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇസ്തിഗ്ഫാറിന്റെ പ്രാധാന്യം, ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിത പുരോഗതിക്കും വളർച്ചയ്ക്കും ആശ്വാസത്തിനും അനിവാര്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച. പെട്ടെന്ന് പറയുമ്പോൾ അങ്ങനെ മനസ്സിലാവും. ഒരാളിങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതൊക്കെ ശരിയാവോ മൗലവി എന്ന് ചിലപ്പോൾ ഒരു പക്ഷേ സംശയം ചോദിച്ചേക്കാം. സ്വാഭാവികമായിട്ടുണ്ടാവുന്ന സംശയമാണ്. നമ്മൾ അധ്വാനിക്കാതെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹു തആല മനസ്സിനെ ക്ലിയർ ആക്കുകയും ശരിയായ നിലയിലേക്ക് വയഹ്ദി ഇലൈഹി മൻ അനാബ്, അവനിലേക്ക് മടങ്ങുന്നവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി കാണിക്കുന്നത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ പോകണം എന്നതിനെ കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിന് ഹിദായത്ത് നൽകുന്നത് അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ഇസ്തിഗ്ഫാറും തൗബയും നമ്മുടെ ആ കഴിവുകേട് നാം സമ്മതിക്കുകയും മഹാനായ രക്ഷിതാവിന്റെ ശക്തിയെക്കുറിച്ച് ബോധ്യത്തോടെ അവനോട് സമ്മതിച്ചു പറയുകയും ചെയ്യാണ് യഥാർത്ഥ ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയൽ മാത്രമല്ല, മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് എൻ്റെ രക്ഷിതാവ് സർവജ്ഞനാണ്, സർവശക്തിയും അവന്റെ കയ്യിലാണ്, എനിക്ക് തണുപ്പ് നൽകാനും ചൂട് നൽകാനും വെള്ളം നൽകാനും തീ നൽകാനും ജീവിതം നൽകാനും കഴിയുന്നത് അവന് മാത്രമാണ്. അവനിലേക്ക് മടങ്ങിയല്ലാതെ യാതൊരു രക്ഷയില്ല. ഞാൻ താൻ പോരുമ കാണിച്ചിട്ടും പൊങ്ങച്ചം കാണിച്ചിട്ടും അഹങ്കാരം കാണിച്ചിട്ടും ഒരു കാര്യമില്ല. എൻ്റെ കയ്യിൽ പണം ഉണ്ടായിട്ട് കാര്യമില്ല, ആൾബലം ഉണ്ടായിട്ട് കാര്യമില്ല, സ്ഥാനമാനങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, ഒന്നും ഉണ്ടായിട്ടും യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ്. എല്ലാ സൗകര്യങ്ങളും കഴിവുകളും ഉണ്ടായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിക്കണമെന്ന് വിചാരിച്ചാൽ എങ്ങനെയും പിടിക്കുമെന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ അയൽ രാജ്യമായ രാജ്യത്ത് ഒരുപാട് വർഷങ്ങളിൽ വലിയ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരുന്ന് അവിടെ നിന്ന് അവസാനം ഓടി 5 കൊല്ലം കഴിഞ്ഞ ശേഷം വീണ്ടും വന്ന് അധികാരത്തിലെരാമെന്ന് പറ്റി എല്ലാ സാഹചര്യവും ശക്തിയും വിദേശ രാജ്യങ്ങളുടെ ശക്തിയൊക്കെ വെച്ചുകൊണ്ട് ഒപ്പിച്ചെടുത്ത് വന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇന്നോ നാളെയോ കൽത്തുറുങ്കിലേക്ക് പോയിപ്പോകും എന്നുള്ള നിലയിൽ പേടിച്ചു അരണ്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം വലിയൊരു നേതാവിന് വന്ന് നമ്മൾ കണ്ട്. അല്ല പിടിക്കണമെന്ന് തീരുമാനിച്ചാൽ ഏത് കോലത്തിലും അന്യനയത്തിൽ കൊണ്ടുവന്ന് വളരെ സൂത്രത്തിൽ അകത്താക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എത്ര വലിയ കൊലകൊമ്പനെയും അല്ല പിടിക്കണമെന്ന് തീരുമാനിച്ചാൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വഴിയുണ്ട് എന്നതിന് ദൈനംദിന ജീവിതത്തിൽ നിന്ന് തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. വഅലം, നിങ്ങൾ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ മാത്രമാണ് ആരാധനയ്ക്ക്
അർഹനായിട്ടുള്ളവൻ. കാരണം അവൻ ശക്തിമാനാണ്, അവൻ യുക്തിജ്ഞനാണ്, കഴിവുള്ളവനാണ്, എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളെ എങ്ങനെ ഏത് രീതിയിൽ നിലനിർത്തണം, ജീവിപ്പിക്കണം എന്നതിനെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യം അവന് മാത്രമാണ്. അതുകൊണ്ട് വസ്തഗ്ഫിർ ലിദംബിക, നിങ്ങൾക്ക് വരുന്ന പാപങ്ങളെ അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സദാ അവനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക. മാത്രമല്ല വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, നിങ്ങൾക്ക് വേണ്ടി മാത്രം പറഞ്ഞാൽ പോരാ, എല്ലാ മോമിനീങ്ങൾക്കും മോമിനാത്തുകൾക്കും എല്ലാ മുസ്ലിമീങ്ങൾക്കും മുസ്ലിമാത്തുകൾക്കും വേണ്ടി സദാ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കാൻ അള്ളാഹു നമ്മളോട്, ഓരോ സത്യവിശ്വാസികളോടും പറയാണ്. ഒരാൾ പറയാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തതിന്റെ കൂലി അവന് നൽകപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നു. വല്ലാഹു യഅലമു മുതഖല്ലബകും വമസ്വാകും, നിങ്ങളുടെ വരവും പോക്കും അതുപോലെ തന്നെ നിങ്ങളുടെ താമസവും നിങ്ങളുടെ നിലനിൽപ്പൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി അറിയുന്നവനാണ്. നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നറിയാം, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നറിയാം, എങ്ങോട്ട് പോകുന്നു എന്നറിയാം, എന്താണ് ആഗ്രഹിക്കുന്നതെന്നറിയാം. നിങ്ങളുടെ മനസ്സ് വിനയാന്വിതമായി അള്ളാഹുലേക്ക് മടങ്ങുന്നുണ്ടോ അതല്ല ധിക്കാരപരമായി പിന്നോട്ട് പോകുന്നുണ്ടോ? നിങ്ങൾ നാശത്തിലേക്ക് പോകരുത്, വിനയാന്വിതമായി അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുക എന്നാണ്. വസ്തഗ്ഫിറൂ റബ്ബകും സുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബി റഹീമുൻ വദൂദ്, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിലേക്ക് ഇസ്തിഗ്ഫാറും തൗബയുമായി മടങ്ങിക്കൊള്ളുക. നിന്റെ രക്ഷിതാവ് തീർച്ചയായും കാരുണ്യവാനും അതീവ സ്നേഹമയനുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചിരിക്കുന്നു. അധികം മനുഷ്യരെ സ്നേഹിക്കുന്ന ഗഫൂറും റഊഫുർ റഹീം, റഊഫും ബിൽ ഇബാദ് എന്നൊക്കെ എടുത്തെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. സത്യം അംഗീകരിച്ചുകൊണ്ട് ഈ പൊങ്ങച്ചവും അഹങ്കാരങ്ങളും ധൂർത്തും ആർഭാടവും ലോകമാന്യതയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ശുദ്ധമായ മനസ്സോടുകൂടി അള്ളാഹുലേക്ക് മടങ്ങുന്ന മനുഷ്യരുള്ളിടത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല യുമാത്തിഉകും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിത കാലത്തേക്ക് സുഭിക്ഷമായി സുഖമായി ജീവിക്കാനുള്ള സൗകര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് എന്നുള്ളതാണ്. അത് മനുഷ്യർ ഈ ഭൂമിയിലെ സാഹചര്യവും, അതായത് ക്ലൈമറ്റ്, കാലാവസ്ഥയും മനുഷ്യരുടെ അമലും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവപൂർവ്വം പറയുന്ന മറ്റൊരായത്ത്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തും മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. അതായത് ആ നാട്ടുകാര് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുകയും അവനോട് സൂക്ഷ്മത പുലർത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഫതഹ്നാ അലൈഹിം ബറകാത്തും മിനസ് സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം നമ്മുടെ അനുഗ്രഹങ്ങളുടെ കവാടം അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുമായിരുന്നു. അപ്പൊ നമുക്ക് അനുഗ്രഹം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ തഖ്വയിൽ എവിടെയോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല. നമ്മൾ നോക്കിയാൽ ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടപ്പെട്ട പണ്ഡിതന്മാരും നേതാക്കന്മാരും ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവപൂർവ്വം പറഞ്ഞാണ്, നിങ്ങൾക്കുണ്ടാകുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടല്ലോ, ഈ സാഹചര്യമൊക്കെ നിങ്ങളെ തഖ്വയുമായി നാം ബന്ധപ്പെടുത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തും. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ഇവിടെ ജീവിച്ചിട്ട് സുഖമായി ഇവിടെ കഴിഞ്ഞുകൊള്ളാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അതായത് അവര് ചെയ്തതിന്റെ പേരിൽ നാം അവരെ പിടികൂടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തതിന്റെ പേരിൽ നിങ്ങളെ നാം പിടികൂടും. അതുകൊണ്ട് അഫലാ യതൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂനഹു വല്ലാഹു ഗഫൂറുർ റഹീം, നിങ്ങൾക്ക് ഇനിയും തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള സമയമായിട്ടില്ലേ? വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു തആല വളരെയധികം പൊറുക്കുന്നവനാണ്, അതുപോലെ കാരുണ്യം കാണിക്കുന്നവനുമാണ്. വമൻ യഅമൽ സൂഅൻ ഔ യളിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിറുല്ലാഹ യജില്ലാഹ ഗഫൂറർ റഹീമ, ആരെങ്കിലും സ്വന്തം നഫ്സിനോട് എന്തെങ്കിലും ഒരു ചീത്ത പ്രവർത്തി ചെയ്തു പോവുകയോ സ്വന്തം നഫ്സിനോട് അക്രമം പ്രവർത്തിച്ചു പോവുകയോ ചെയ്തിട്ട് അവൻ ഇസ്തിഗ്ഫാർ ചെയ്താൽ, തൗബ ചെയ്താൽ അല്ലാഹുവിനെ ഗഫൂറുർ റഹീമായിട്ട്, അതായത് തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമായിട്ട് അവന് കാണാൻ സാധിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ അടിമയുടെ ഇസ്തിഗ്ഫാറും തൗബയ്ക്കും വേണ്ടി തൗബയുടെ വാതിലും തുറന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കുന്നു. രാത്രിയായാൽ പ്രഭാതം വരെ തൗബയുടെ വാതിലും തുറന്ന് അല്ലാഹു കാത്തിരിക്കുന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ മനുഷ്യനും അവന്റെ പാപങ്ങൾക്ക് ഇങ്ങനെ നിരന്തരമായി ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോഴാണ് അവനിവിടെ ഭൂമിയിൽ തന്നെ സുഖമായി ജീവിക്കാനുള്ള സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കുക എന്നുള്ള വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ് ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നാട്ടിൽ വരൾച്ച മാറി നല്ല വെള്ളം വേണം, അതുപോലെ തന്നെ സുഖമായ കാലാവസ്ഥ വേണം, മഴ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എങ്കിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങാനാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ തൗബ ചെയ്ത് മടങ്ങുന്ന, ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നഹ്തീനാ കമാ അസ്നൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹൽ ഇഖ്വത്തുൽ അഹബ്ബാ ഓസിക്കും വഇയ്യായ ഹാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സൂക്ഷ്മത പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യാണ്. ഇസ്തിഗ്ഫാർ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് അള്ളാഹുവിലേക്കുള്ള ബന്ധം പുതുക്കല. നമ്മൾ അള്ളാഹുവിൽ നിന്ന് വന്നതാണ്, അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാണ്, അള്ളാഹുവിന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ഇടയിലെ ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ എപ്പോഴും അള്ളാഹുമായി ബന്ധിച്ചുകൊണ്ടേയിരിക്കണം. ഭൂമിയിലെ ഒരു പരീക്ഷണഘട്ടം എന്നുള്ളതിൽ പൈശാചിക ദൗർബോധനങ്ങൾ എപ്പോഴും നമ്മളെ ഇങ്ങനെ വലയം ചെയ്തുകൊണ്ടേയിരിക്കും. അള്ളാഹുമായി ബന്ധിച്ചുകൊണ്ട് മാത്രമേ ആ ദൗർബോധനങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ കഴിയുള്ളൂ. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറല്ലാഹ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം. മനുഷ്യന്മാരും അങ്ങനത്തെ ഒരു സാഹചര്യം നഫ്സിനുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഒക്കെ മ്ലേച്ഛ ചീത്ത പ്രവർത്തികളൊക്കെ ചെയ്തു പോകും. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും മോശമായ മ്ലേച്ഛമായ പ്രവൃത്തി ചെയ്യുകയോ സ്വന്തം ആത്മാവിനോട് അക്രമം പ്രവർത്തിക്കുകയോ ചെയ്താൽ അള്ളാഹു ഓർക്കുകയും അവൻ്റെ പാപത്തിനവൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യുക. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാതെ പിന്നെ ആരാ പുറത്തു തരാൻ? വേറെ ആരും നമുക്ക് പുറത്തു തരാനില്ല. നമുക്ക് സ്വയം പൊറുക്കാൻ പറ്റില്ല. അള്ളാഹുമായി ബന്ധപ്പെട്ട അള്ളാഹ് തന്നെ പൊറുക്കണം. വേറെ ആരും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ജീവനുള്ളതോ ഇല്ലാത്തതോ ഒന്നിനും പൊറുക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരുപാട് വിശദീകരിക്കാൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വലം യസ്റു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് ചെയ്ത പ്രവൃത്തി ശരിയാണെന്ന് പറഞ്ഞ് ശഠിച്ചു നിൽക്കാത്തൊരു സ്വഭാവമാണ് അത്തരം ആളുകൾക്ക് ഉണ്ടാവേണ്ടത്. ഒരു തെറ്റ് ചെയ്താൽ തെറ്റാണ് എന്ന് മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും തൗബ ചെയ്യുകയും ചെയ്യുക. അറിഞ്ഞിട്ട് തന്നെ ചെയ്തത് ശരിയാണ്, എൻ്റെ സാഹചര്യം അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് ന്യായീകരണങ്ങൾ ഉണ്ടാക്കുന്നത് സത്യവിശ്വാസത്തിൻ്റെ സ്വഭാവമല്ല. ഇസ്തിഗ്ഫാർ കൊണ്ട് വേറെ ഒരു പ്രയോജനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാകുമ്പോൾ ജനങ്ങളെ ശിക്ഷിക്കൂല എന്നുള്ള വാഗ്ദാനം ചെയ്യും. പരീക്ഷണങ്ങളൊക്കെ ഏർപ്പെടുത്തും, പക്ഷേ നശിപ്പിക്കാനുള്ള ശിക്ഷ ഉണ്ടാവില്ല. അതുപോലെ തന്നെ വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ഷാമമോ അതുപോലെ വരൾച്ചയോ ജലമില്ലായ്മയോ ഒക്കെ വന്നാലും ഒരു പരീക്ഷണമായി നിലനിർത്തുകയും അത് നശിപ്പിക്കാനുള്ള ശിക്ഷാവാതിരിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു വഴിയും കൂടിയാണ് ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ശിക്ഷിക്കുകയില്ല, തെറ്റുകൾക്ക് ശിക്ഷിക്കില്ല. പരീക്ഷണവും ശിക്ഷയും രണ്ടായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ തോന്നിയാസം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹ് ഇങ്ങനെ പലതും മറച്ചു വെക്കും. അപ്പോൾ അങ്ങനെ തോന്നിയാസത്തിൽ ഇങ്ങനെ വിഹരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ചിലത് ഇടയ്ക്കങ്ങ് പ്രകടമാക്കിയാൽ നാട്ടിലായി അറിയായ അടിയായി കുഴപ്പമായി നണക്കേടായി പ്രശ്നമായി, അതോടെ അതങ്ങ് അവസാനിക്കും. അപ്പോൾ ആ ഒരു പുറത്താക്കൽ, ആ അപമാനിക്കൽ, രണ്ടടി തരൽ ഒരു ഡിസ്ഗൈസ്ഡ്, അതായത് ഒരു വേഷപ്രച്ഛന്നമായ ഒരു അനുഗ്രഹമാണ് യഥാർത്ഥം. അള്ളാഹുവിന് നമ്മളോട് കാരുണ്യമുള്ളത് കൊണ്ട് പരലോകത്തിൽ പൂർണ്ണമായ ശിക്ഷയിൽ, നിത്യമായ ശിക്ഷയിൽ പെടാതിരിക്കാൻ ഇവിടെ വെച്ചൊരു ചെറിയ ഉണർച്ച അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുമെന്ന് ഖുർആനിൽ പറഞ്ഞു.
നശിപ്പിക്കാനുള്ള ശിക്ഷ ഉണ്ടാവില്ല. അപ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ, നിരന്തരമായി ഇസ്തിഗ്ഫാർ ചെയ്താൽ നാശത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് പറഞ്ഞതായി ഇബ്നു അബ്ബാസിൽ നിന്ന് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ്, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദൈഖിൻ മഖ്റജൻ വ മിൻ കുല്ലി ഹമ്മിൻ ഫറജൻ വർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്. ആരെങ്കിലും ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വ അലൈഹി ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബൻ. അത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനം വരെയുള്ള നമസ്കാരങ്ങളിൽ അത് സ്ഥിരമായി പറഞ്ഞിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സഹിഹ് ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ആനന്ദം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ അള്ളാഹുവിൻ്റെ സ്മരണയിലാണ്. ആഘോഷങ്ങൾ പലർക്കും ഉണ്ട്, നമുക്കും ആഘോഷമുണ്ട്. പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ അല്ലാഹു അക്ബർ എന്നവർ, അള്ളാഹു മഹാനാണ്, കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദിയെന്ന് അവൻ്റെ അവദാനങ്ങൾ വാനോളം പുകഴ്ത്തുന്ന ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ്. സത്യവിശ്വാസിയുടെ ആഘോഷം അങ്ങനെയാണ്. സത്യവിശ്വാസിയുടെ വേദനയും പ്രയാസവുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏൽപ്പിച്ചുകൊണ്ട് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു ഇന്നഹു കാന തവ്വാബ എന്ന് പറയുമ്പോൾ വിജയത്തിൻ്റെ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് നിർദ്ദേശിച്ചു കൊടുത്തതാണ്. അങ്ങനെ മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ ആരെങ്കിലും പതിവാക്കിയാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദൈഖിൻ മഖ്റജ, അവന് ജീവിതത്തിൻ്റെ കുടിസുകളിൽ നിന്ന് അവൻ എപ്പോഴും ഒരു വഴി തുറന്നു കൊടുത്തു പോകും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളുണ്ടാവും. നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത പലതരത്തിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ മുന്നിൽ വരും. പരീക്ഷാർത്ഥം ഇസ്തിഗ്ഫാറും തൗബയും സ്ഥിരമാക്കിയ ഒരുത്തിന് ആ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്റജ, ഒരു വഴി കാണിച്ചു കൊടുക്കും. അവന് പെട്ടെന്ന് തന്നെ വലിയ വേദന അനുഭവിക്കാതെ വഴി കാണാൻ സാധിക്കും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജൻ, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അവന് വിടുതലും, അതായത് ആശ്വാസവും നൽകും. ദുഃഖം കൊണ്ട് അവൻ വല്ലാണ്ട് കുനിഞ്ഞു പോവില്ല. ദുഃഖം അവനെ പിടികൂടുമെങ്കിലും ആ ദുഃഖം അവൻ്റെ ജീവിതത്തെ തളർത്തിക്കളയുകയില്ല. അവൻ്റെ സാമ്പത്തികമായ പ്രയാസങ്ങൾ, ശാരീരികമായ പ്രയാസങ്ങൾ, രോഗം കൊണ്ടുള്ള പ്രയാസങ്ങൾ, നാട്ടിലുള്ള സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ മേഖലയിലുള്ള പ്രയാസങ്ങൾ, ഇങ്ങനെയുള്ള പ്രയാസങ്ങളിലൊക്കെ മനുഷ്യന് മാനസികമായ പ്രയാസങ്ങൾ അനുഭവം. ജോലി സ്ഥലത്ത് പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സബോർഡിനേറ്റ്സിൻ്റെ ശല്യങ്ങളുണ്ടാവും, മേലധികാരിയുടെ പ്രശ്നങ്ങളുണ്ടാവും, അതുപോലെ ചുറ്റുപാടുകളുടെ ഇരിക്കണ കസേരയുടെ തന്നെ പ്രശ്നം ഉണ്ടാവും. ഇതൊക്കെ മനുഷ്യന് പലപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അതൊക്കെ വേദനയായി അവനെ അവശേഷിപ്പിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നൊക്കെ അവന് ആശ്വാസം തരും. എല്ലാത്തിലും ഒരു പോസിറ്റീവായി മനസ്സിലാക്കാൻ, കാര്യങ്ങളെ എല്ലാം പോസിറ്റീവായി മനസ്സിലാക്കാൻ ഉള്ള ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജൻ വർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്, അവനൊരിക്കലും പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിഭവങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. നമ്മളൊരു വഴിയിലൂടെ അധ്വാനിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ലാതെ ഇങ്ങനെ വിഷമിച്ച് തിരിച്ചു പോകുമ്പോഴാണ് നാം അറിയാത്ത, പ്രതീക്ഷിക്കാത്ത മറ്റൊരു വഴിയിലൂടെ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ജീവിതാനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ വിഷമവും പ്രയാസവുമായിട്ട് പടച്ച തമ്പുരാനോട് പോയി ചോദിച്ചിറങ്ങുമ്പോൾ പെട്ടെന്നൊരു വഴി കാണാൻ സാധിക്കുന്നതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി പ്രത്യേകം മലക്കുകൾ ഏർപ്പാടാക്കുന്നതാണ്. സത്യവിശ്വാസിയെ ഉപദേശിക്കാൻ ഒരു മലക്കിനെ ഏർപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മലക്ക് അവൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ പുതിയ പുതിയ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും, ഇൽഹാം നൽകും. അവിടെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങണം. അല്ലാ തഖാഫു വലാ തഹ്സനു ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. ഞങ്ങളാണ് നിങ്ങളുടെ കൈകാര്യകർത്താക്കൾ ഫിൽ ഹയാത്ത് ദുനിയ വൽ ആഖിറ എന്നാണ്. ആഖിറത്തിലും ദുനിയാവിലും, ഈ ലോകത്തും പരലോകത്തും. അപ്പോൾ ഈ ലോകത്ത് നമ്മുടെ ബുദ്ധി കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്, പരലോകത്ത് മാത്രം അള്ളാഹുവിൻ്റെ സഹായം മതി എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. ഈ ലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം കൊണ്ടാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്തിഗ്ഫാർ നിർബന്ധമായും ഓരോരുത്തരും ദിവസത്തിൽ കുറഞ്ഞത് 70 പ്രാവശ്യമെങ്കിലും ഇസ്തിഗ്ഫാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതായത് ആരെങ്കിലും അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവനാണെങ്കിൽ പോലും അവൻ്റെ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അപരാധമാണ് സത്യവിശ്വാസികൾ നടത്തുന്ന യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നത്. അത് വളരെ വലിയ വൻപാപങ്ങളിൽപ്പെട്ടതാണ്. കാരണം അതിനേക്കാൾ മോശമായ ഒരു ഏർപ്പാട് വേറെയില്ല. അങ്ങനെ ഒരുത്തനാണെങ്കിൽ പോലും, അതായത് അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുക്കുമെന്ന് അബൂദാവൂദും തിർമിദിയും ഹാക്കിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത
സഹിയായി കണക്കാക്കപ്പെട്ട പണ്ഡിതന്മാർ കണക്കായ ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇസ്തിഗ്ഫാറിന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. നമുക്ക് ലഭിക്കുന്ന മഴയുമായി അതിന് ബന്ധമുണ്ട്, ഭൂമിയിലെ സസ്യലതാദികളുമായി അതിന് ബന്ധമുണ്ട്, ജീവിതത്തിൻ്റെ എല്ലാമായി ബന്ധപ്പെട്ട് നമ്മുടെ സന്താനങ്ങളും സമ്പത്തുകളുമായി അതിന് ബന്ധമുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ വിഭവങ്ങളുമായി ഇസ്തിഗ്ഫാറിനും തൗബയ്ക്കും ബന്ധമുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദവുമായി ബന്ധമുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളുമായി അതിന് ബന്ധമുണ്ട് എന്ന് ദൃഢമായി തന്നെ മനസ്സിലാക്കി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ വതൂബൂ ഇലല്ലാഹി ജമിഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കൊള്ളുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചെടുക്കുക. വതൂബൂ ഇലല്ലാഹി ജമിഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. ഇതിങ്ങനെ മനസ്സിലിങ്ങനെ മുഴങ്ങിക്കൊള്ളട്ടെ. പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഞാനിന്ന് ഈ കേട്ടതെന്ന് അനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ ഇന്നു മുതൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കും. 1000 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുന്നവനാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പറയുമെന്ന മനസ്സോടുകൂടി പോകാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർലഅന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയം ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഭാര്യ സന്താനങ്ങൾക്കും ഉസ്താദന്മാർക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങൾ ഇന്ന് മരിച്ചു മുന്നേ നിന്നിൽ വന്ന എല്ലാവരുടെയും ഖബറിടങ്ങളെ സ്വർഗ്ഗ പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അകലങ്ങളിൽ ജീവിക്കുന്ന ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തും ഉള്ള ജീവിതം നൽകണേ തമ്പുരാനെ. അല്ലാഹു ഇസ്തിഗ്ഫാർ പതിവാക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടം ഞങ്ങളാക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് നീ മഴ, മതിയായ മഴ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. മഴ നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മതിയായ മഴ വർഷിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ നാഥ. ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നീ മാറ്റിക്കളയണേ തമ്പുരാനെ. ഞങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നീ കാത്തിരം സംരക്ഷിക്കണേ തമ്പുരാനെ. സന്താനങ്ങളും സമ്പത്തുകളും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ദീൻ യഥാവിധി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ഇടയിൽ യോജിപ്പും രഞ്ജിപ്പും നൽകണേ തമ്പുരാനെ. പരസ്പരം സഹോദരത്തോടെ സഹകരണത്തോടെ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ദുനിയാവിൽ നിന്റെ എല്ലാ ഹൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ജീവിതം നന്മയിൽ വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. മരണത്തിൻ്റെ എല്ലാ ഷറിൽ നിങ്ങളെ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ശാന്തവും സമാധാനപൂർണ്ണമായ സംതൃപ്തിപൂർണ്ണമായ ഒരു മരണം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് നീ ലഘൂകരിച്ചു തരണേ തമ്പുരാനെ. ഖബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മഹ്ശറയിൽ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ നിങ്ങളെ കാക്കണേ തമ്പുരാനെ. സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ للمؤمنين والمؤمنات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم انصر اعمال المجاهدين في كل اماكن الارض يا ارحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.